Hello all, welcome to another class of Income Tax and GST. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. ഇൻകം ടാക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിഡക്ഷൻസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഒരു അസസിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ചാപ്റ്റർ 6A ആൻഡ് സെക്ഷൻ 80C to 80U ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമുള്ള ചില ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ചില ഇളവുകൾ. അതായത് ഒരു അസസി അദ്ദേഹത്തിന് പല സോഴ്സ് ഓഫ് ഇൻകത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനാണ് അദ്ദേഹം ടാക്സബിൾ ആയിരിക്കുക. അത്തരത്തിൽ ഒരു അസസിക്ക് പല സോഴ്സുകളിലൂടെ ലഭിക്കുന്ന ഇൻകം 5 ഹെഡ്സിൻ്റെ കീഴിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് എല്ലായ്പ്പോഴും ആ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ടാക്സബിൾ ആവണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഇൻകംസ് IT ആക്ട് 1961 പ്രകാരം ഡിഡക്റ്റബിൾ ആയിരിക്കും. ആ ഒരു എമൗണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ആണ് ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകം ആവുക അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ആവുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ട് കാര്യത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഡിഡക്ഷൻസ് നോർമലി essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. രണ്ടാമത്തത് ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേഷന് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം 32 ഡിഡക്ഷൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കതിൽ ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡിഡക്ഷൻ ദാറ്റ് ഈസ് സെക്ഷൻ 80C, കോൺട്രിബ്യൂഷൻസ് ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട് എക്സെട്ര. അപ്പോൾ 80C ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 80C. നോർമലി ക്വസ്റ്റ്യൻസിന് ഉണ്ടാവാറുണ്ട് 80C. അത് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 80C മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 80C ആണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 80Cയിൽ പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്കുള്ള കോൺട്രിബ്യൂഷനും പ്രൊവിഡന്റ് ഫണ്ടുമാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് ഡിഡക്റ്റബിൾ ആണ് എന്നുള്ളത്. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയവും അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടും നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ അസസി ആരായിരിക്കണം. ഇത്തരത്തിലൊരു ഡിഡക്ഷൻ, അതായത് ഇൻഷുറൻസ് പ്രീമിയവും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള അസസി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു HUF ആയിരിക്കണം. ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഡിഡക്ഷന് അലൗവബിൾ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. എത്ര രൂപയാണ് ഡിഡക്ഷന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ക്വാളിഫയിങ് എമൗണ്ട് ഓർ 1,50,000 rupees വിച്ച് എവർ ഈസ് ലെസ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കോൺട്രിബ്യൂഷനും പ്രൊവിഡന്റ് ഫണ്ടിനും ഡിഡക്ഷൻ IT ആക്ട് പ്രകാരം അലൗവബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ ക്വാളിഫയിങ് എമൗണ്ട് അല്ലെങ്കിൽ 1,50,000 രൂപ. ഇതിൽ ഏതാണോ കുറവ് അതാണ് ഒരു വ്യക്തിയുടെ GTIയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് ഏതാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പേ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനോട് കൂടെ നമുക്ക് ക്വാളിഫയിങ് എമൗണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് 80Cയിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിലെ ഫസ്റ്റ് പോയിന്റ് പേയ്മെന്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. അതായത് ഒരു അസസി
അയാളുടെ സ്വന്തം ലൈഫിനോ അല്ലെങ്കിൽ സ്പൗസിന്റെ ലൈഫിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫിനോ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കുകയും ആ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ടും, ഇനി അതല്ല HUFന്റെ കേസാണെങ്കിൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസാണെങ്കിൽ, ആ HUFലെ മെമ്പേഴ്സിന്റെ പേരിലോ ഇൻഷുറൻസ് എടുക്കുകയും ആ ഇൻഷുറൻസിന് പ്രീമിയം പേ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അസസിക്ക് എന്ത് അലവബിൾ ആണ്? ഡിഡക്ഷൻ അലവബിൾ ആണ്. ഇൻഷുറൻസ് പ്രീമിയം സ്വന്തമായിട്ട് എടുക്കുകയോ ഭാര്യയുടെ പേരിൽ എടുക്കുകയോ സ്പൗസിന്റെ പേരിൽ, ഭാര്യയോ ഭർത്താവോ സ്പൗസിന്റെ പേരിൽ എടുക്കുകയോ കുട്ടികളുടെ പേരിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, HUFന്റെ കേസിൽ മെമ്പേഴ്സിന്റെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അസസിക്ക് ഡിഡക്ഷൻസ് അലവബിൾ ആണ്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1 മാർച്ച് 2012 മുന്നേ ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് എത്രയാണോ എമൗണ്ട്, അല്ലെങ്കിൽ പോളിസിയുടെ, അതായത് ഇൻഷുറൻസ് പോളിസിയുടെ 20% എത്രയാണോ ചെറുത്, പ്രീമിയം എമൗണ്ട് ആണോ അല്ലെങ്കിൽ പോളിസിയുടെ 20% ലെസർ എമൗണ്ട്, അതായിരിക്കും ഡിഡക്റ്റബിൾ ആയിരിക്കും. ഇനി പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1 മാർച്ച് 2012 അല്ലെങ്കിൽ അതിന് ശേഷമോ ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് ഓർ 10% ഓഫ് ദ പോളിസി എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്. 2012 മാർച്ച് 1 ശേഷമുള്ള പ്രീമിയം പോളിസി ആണെങ്കിൽ പ്രീമിയം എത്ര രൂപ അടച്ചു, അല്ലെങ്കിൽ പോളിസിയുടെ 10% എമൗണ്ട് എത്രയാണോ അതിൽ ഏതാണോ ചെറുത് അതാണ് അസസിക്ക് ഡിഡക്റ്റബിൾ ആയിട്ട് വരിക. ഇനി പോളിസി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിലും 2013 മാർച്ച് 1 ശേഷമാണ് പോളിസി ഇഷ്യൂ ചെയ്തെങ്കിലും അപ്പോഴുണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പ്രീമിയം പെയ്ഡ് ഓർ 15% ഓഫ് ദ പോളിസി എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് വിൽ ബി ദ ഡിഡക്റ്റബിൾ ഫോർ ദ അസസി. Okay, so this is the qualifying amount in the case of life insurance premium payment. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ഇൻ എ പ്രൊവിഡന്റ് ഫണ്ട് ബൈ എൻ എംപ്ലോയി. എംപ്ലോയി കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡന്റ് ഫണ്ട് ഇസ് ഡിഡക്റ്റബിൾ. ഇവിടെ ശ്രദ്ധിക്കുക, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ഡിഡക്റ്റബിൾ ആയിട്ട് വരുന്നത്. സെക്ഷൻ 80C പ്രകാരം അതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും ഡിഡക്ഷന് അലവബിൾ ആണ്. ബട്ട് ശ്രദ്ധിക്കുക, URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അസസിക്ക് 80C പ്രകാരം ഡിഡക്റ്റബിൾ അല്ല. Then statutory provident fund and recognized provident fund is deductible up to 12%. Above 12% contribution SPF ലേക്കും RPF ലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ that should be taxable. Then public provident fund ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ് എംപ്ലോയി നടക്കുന്നതെങ്കിൽ up to 1.5 lakh accepted ആണ്. Above 1.5 lakh പേയ്മെന്റ് ഓർ കോൺട്രിബ്യൂഷൻസ് എംപ്ലോയി നടത്തുവാന്നുണ്ടെങ്കിൽ that should be taxable. The next point, contributions made in an approved superannuation fund. Superannuation ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും അസസിക്ക് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിഡക്റ്റബിൾ ആയിരിക്കും. Complete contributions made in an approved superannuation fund is deductible under section 80C. ഇനി നാലാമത്തെ പോയിന്റ്, 80C സെക്ഷൻ പ്രകാരം അസസിക്ക് അലവബിൾ ആയിരിക്കുന്ന നാലാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ഫോർ ചിൽഡ്രൻ ആണ്. അതായത് അസസിയുടെ ചിൽഡ്രന്റെ ട്യൂഷൻ ഫീസ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സ്കൂളിലെയോ ഒക്കെ ട്യൂഷൻ ഫീ എന്തായിരിക്കും? അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എനി ഓഫ് 2 ചിൽഡ്രൻ, 2 കുട്ടികളുടെ ട്യൂഷൻ ഫീ ആണ് ഇവിടെ എന്തായിരിക്കുക? ഡിഡക്റ്റബിൾ ആയിരിക്കുക. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അബൌവ് 2 ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട്
എന്തായിരിക്കത്തില്ല, ഡിഡക്റ്റബിൾ ആയിരിക്കത്തില്ല. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഒരു അസസിക്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കുമായിട്ട് നോട്ട് ലെസ് ദാൻ 5 years പീരീഡിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, എഫ് ഡി നോട്ട് ലെസ് ദാൻ 5 year FD ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ട് അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ GTIയിൽ നിന്നും ആ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. ആ ഒരു ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് മാത്രമേ അദ്ദേഹത്തിന് ടാക്സബിൾ ആയിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻ 5 year പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിലും 5 year ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഡിഡക്റ്റബിൾ ഫ്രം ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി. ഇനി മറ്റൊരു പോയിന്റ് പറയുന്നത് റീപേയ്മെന്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ലോൺ ആണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഹൗസ് ബിൽഡിംഗ് ലോൺ എടുക്കുകയും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുകയും ചെയ്യാന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് റീപേ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചർ അദ്ദേഹത്തിന് എന്താണ്, IT ആക്ടിലെ സെക്ഷൻ 80C പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. അത് ഇളവ് കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. പർച്ചേസ് ഓഫ് NSE 8th and 9th ഇഷ്യൂ. ഇപ്പോൾ ഒരു അസസി NSE പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, NSE മീൻസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി പർച്ചേസിന് അദ്ദേഹത്തിന് ചിലവായിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് എത്രയായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. അതേപോലെ തന്നെ NSEയിൽ നിന്നും ഡ്യൂ ആയിരിക്കുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റും അസസിക്ക് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും അണ്ടർ സെക്ഷൻ 80C ഓഫ് IT ആക്ട് 1961. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, NSE പർച്ചേസ് ചെയ്യുകയും അതിൻ്റെ ഇൻട്രസ്റ്റും എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. ബട്ട് ആ NSE 8th and 9th ഇഷ്യൂ ആയിരിക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ ടു എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, സബ്സ്ക്രിപ്ഷൻ ടു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ടു എനി യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. എന്തെങ്കിലും ഒരു യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയോ അതേപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, ഒരു എലിജിബിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയുള്ള ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്രയും എമൗണ്ടും അസസിക്ക് എന്തായിരിക്കും, 80C പ്രകാരം ഡിഡക്റ്റബിൾ ആയിരിക്കും. ലൈക്ക് വൈസ് ഒരു അസസി ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബോണ്ട് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഒരു ടൈപ്പ് സെക്യൂരിറ്റി ആണ്. അത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഓഫ് 2004 ഡെപ്പോസിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതും അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും. ദെൻ ഓഫ് കോഴ്സ് സുകന്യ സമൃദ്ധി അക്കൗണ്ടിലെ ഡെപ്പോസിറ്റും 80C പ്രകാരം ഒരു അസസിക്ക് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് 80Cയിൽ പറയുന്നത്. 80C വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാം. നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് 80CCC. പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷന് എലിജിബിൾ ആയിട്ടുള്ള അസസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. അവിടെ HUF പെൻഷൻ ഫണ്ട് കോൺട്രിബ്യൂഷന് ഡിഡക്ഷന് അലവബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ആണ് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള അസസി. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ടിൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ലെസ്. പെൻഷൻ ഫണ്ടിലേക്ക് ഒരു അസസി എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തോ അല്ലെങ്കിൽ 1,50,000 ഏതാണോ ചെറുത് അത്രയും എമൗണ്ട് അസസിക്ക് എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യാവുന്നതാണ്. അത്രയും എമൗണ്ട് പെൻഷൻ ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 80CCD സെക്ഷൻ നമ്മൾ നോക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് 80C ആയിരുന്നു, പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 80CCC ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 80CCD, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷന് അസസി എന്താണ്, ഡിഡക്ഷന് അർഹതപ്പെട്ടവനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഡക്ഷൻ അർഹതപ്പെട്ട അസസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാത്രമാണ്, HUF ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്ര എമൗണ്ട് 80CCD പ്രകാരം ഒരു അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഫസ്റ്റ് പോയിന്റ്, എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയി
or 10% of salary whichever is less, or in case of other individual up to 25% of his gross total income. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എംപ്ലോയി ആണെങ്കിൽ ആ എമൗണ്ടും, അതേപോലെ തന്നെ അസസിയുടെ സാലറിയുടെ 10%, എത്ര രൂപയാണോ കുറവ്, ഏതാണോ കുറവ്, അത്രയും രൂപ ആ അസസിക്ക് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. ആൻഡ് നോർമലി മറ്റേതെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവിടെ 25% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 25% എമൗണ്ടും എന്തായിരിക്കും, പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ATC-CD പ്രകാരം അസസിക്ക് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. Then next point, amount contributed by the employer or 10% of the salary whichever is less. Employer contribute ചെയ്തിരിക്കുന്ന, എംപ്ലോയർ സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണോ, അല്ലെങ്കിൽ അസസിയുടെ സാലറിയുടെ 10% ആണോ കുറവ്, അത്രയും എമൗണ്ട് എന്തായിരിക്കും പറയുന്നത്, നമുക്ക് GTI നിന്നും ഡിഡക്ട് ചെയ്യാവുന്നതാണ് ആസ് പെർ സെക്ഷൻ 80CCD. ദെൻ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നതെങ്കിൽ ആ എമൗണ്ട്, ഓർ 14% ഓഫ് ദ സാലറി ഓഫ് ദ അസസി വിച്ച് എവർ ഇസ് ലെസ്, സാലറി അസസിയുടെ 14% സാലറി ആണോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ആണോ ചെറുത്, അത്രയും എമൗണ്ട് എന്തായിരിക്കും, GTIയിൽ നിന്നും അസസിക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആസ് പെർ സെക്ഷൻ 80CCE. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, സെക്ഷൻ 80CCC ആൻഡ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 80CCD ഷാൾ നോട്ട് എക്സീഡ് ₹1,50,000. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന 80Cയിലെയും 80CCയിലെയും CCCയിലെയും 80CCDയിലെയും ഡിഡക്ഷൻസ് 1,50,000 കൂടാൻ പാടില്ല. ഈ 3 സെക്ഷനുകളിലൂടെയും കൂടിയിട്ട് ഒരു അസസിക്ക് ലഭിക്കാവുന്ന മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കണം, 1,50,000 രൂപയായിരിക്കണം എന്നതാണ് സെക്ഷൻ 80CCEയിൽ പ്രകാരം പറയുന്നത്. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ഷോൾ നോട്ട് എക്സീഡ് ₹1,50,000. പക്ഷേ ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് ഈസ് എലിജിബിൾ ഫോർ അഡീഷണൽ ഡിഡക്ഷൻ ഓഫ് 50,000. പെൻഷൻ ഫണ്ടിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഒരു 50,000 രൂപ കൂടി എന്തുണ്ട്, അഡീഷണൽ ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയർ ഇൻ പെൻഷൻ സ്കീം ഷോൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ 1,50,000 ലിമിറ്റ്. അതായത് പെൻഷൻ സ്കീമിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിൽ നൽകുന്ന എമൗണ്ടും എന്തല്ല, ഈ 1,50,000 റുപ്പീസിൻ്റെ ബാധകമായിട്ട് കാര്യമല്ല. അപ്പോൾ ഈ 2 കാര്യം ഓർത്ത് വെക്കാം. ഒന്നാമത്തത് പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അഡീഷണൽ 1,00,000 റുപ്പീസ് എന്താണ്, ക്വാളിഫൈഡ് ആണെന്നുള്ളതും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ആണെന്നുണ്ടെങ്കിൽ അവിടെ 1,50,000 ലിമിറ്റ് അലവബിൾ അല്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 80D, പേയ്മെന്റ് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമ്മുടെ ഡിഡക്ഷൻസിൽ അലവബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ അസസി എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ഡിഡക്ഷൻ, അതായത് ഡിഡക്ഷൻ അർഹനായിട്ടുള്ള അസസി എന്ന് പറയുന്നത് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. ഇൻഡിവിജ്വലും അതേപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഈ ഒരു ഡിഡക്ഷന് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന് അലവബിൾ ആണ്. ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഏതൊക്കെ രീതിയിലാണ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിലെ പേയ്മെന്റ് ഡിഡക്റ്റബിൾ ആവുക എന്നുള്ളത്. ഇപ്പം മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് നടത്തുന്നത് ഓൺ ദ ഹെൽത്ത് ഓഫ് സെൽഫ്, അതായത് സ്വയം ഹെൽത്തിന് വേണ്ടിയിട്ടോ ആണ് ഒരു വ്യക്തി, ഒരു അസസി മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിലോ, അതേപോലെ തന്നെ സ്പൗസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടോ ആണെങ്കിലും, അതേപോലെ തന്നെ പാരൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അസസിക്ക് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ
ഡിഡക്ഷൻസ് പ്രകാരം 80D പ്രകാരം ഡിഡക്ഷൻസ് അലവബിൾ ആണ്. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് HUFന്റെ കേസിൽ മെമ്പേഴ്സിന്റെ പേരിൽ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്താലും അതും അസ്സിക്ക് എന്തായിരിക്കും, HUFന് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് എമൗണ്ട് ഓഫ് റിഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർ സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ, സ്വന്തം ഹെൽത്തിനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആയാലും സ്പൗസിനുള്ളതായാലും ചിൽഡ്രൻസിനുള്ളതായാലും പ്രീമിയം പെയ്ഡ് ഓർ ₹25,000, എത്ര രൂപയാണോ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുള്ളത് അല്ലെങ്കിൽ 25,000 രൂപ, എത്ര രൂപയാണോ കുറവ് അത്രയും രൂപയാണ് 80D പ്രകാരം അസസിക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കുക. ഇനി സെക്കൻഡ് കേസ് ഫോർ പേരൻസിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺസിന് അഡീഷണൽ 25,000 രൂപ, അഡീഷണൽ ₹25,000 ഇസ് എലിജിബിൾ. അപ്പോൾ സീനിയർ സിറ്റിസൺസിന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം പെയ്ഡ് ഓർ ₹25,000 whichever is less is deductible. For in the case of senior citizen ₹50,000 is eligible. ഇപ്പോൾ പാരൻസിന് സീനിയർ സിറ്റിസൺ ആവാം, ആവാതിരിക്കാം. സീനിയർ സിറ്റിസൺ ആയിട്ടില്ലെങ്കിൽ 25,000 or premium paid whichever is less is deductible. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ₹50,000 or പ്രീമിയം പെയ്ഡ് whichever is less is deductible. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാരൻസിന്റെ കാര്യത്തിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 രൂപ അല്ല വരിക, 50,000 രൂപ വരും. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ 25,000 രൂപ തന്നെ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ഫോർ മെമ്പേഴ്സ് ഓഫ് ദ HUF മെമ്പേഴ്സിന് നമ്മൾ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം പേ ₹25,000 തന്നെയാണ് ഇവിടെയും വരുന്നത്. ഏതാണോ ചെറിയ എമൗണ്ട് അതാണ് ഡിഡക്റ്റബിൾ ആയിരിക്കുക. ബട്ട് ഇഫ് വൺ ഓഫ് ദ മെമ്പർ ഈസ് എ സീനിയർ സിറ്റിസൺ, ഏതെങ്കിലും ഒരു മെമ്പർ സീനിയർ സിറ്റിസൺ ആണ്, ആ ഒരു മെമ്പർക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നതെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 ആണ് എലിജിബിൾ എമൗണ്ട് ആയി വരിക, 25,000 രൂപ ആയിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഡീഷണൽ ₹25 ഈസ് എലിജിബിൾ ഫോർ സീനിയർ സിറ്റിസൺ. അതിപ്പോൾ പാരൻസിന്റെ കാര്യമായാലും HUFലെ മെമ്പേഴ്സിന്റെ കാര്യമായാലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 രൂപ വരെ എന്തായിരിക്കും എന്നാ പറയുന്നത്, ഡിഡക്ഷന് അലവബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിന്റ്സ്. നമ്മൾ ATC ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ATCയിൽ പറയുന്നത് എന്താണ്? ATCയിൽ പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റും പ്രൊവിഡന്റ് ഫണ്ട് പേയ്മെന്റും ട്യൂഷൻ ഫീസ്, ഷെഡ്യൂൾഡ് ബാങ്കിലെ 5 ഇയർ ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് 5 ഇയർ, അതേപോലെ തന്നെ NSE സർട്ടിഫിക്കറ്റ്, ദെൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം, ഇത്രയൊക്കെയാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ATC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ATC റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ATCക്ക് ശേഷം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് ATC-CC ആണ്, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. ദെൻ നമ്മൾ ATC-CD ഡിസ്കസ് ചെയ്തു, ATC-CE ഡിസ്കസ് ചെയ്തു, ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 80D ആണ്. ബാക്കി നമ്മുടെ പോയിന്റ്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.